ഗഹേതോപരിത്യക്ര അജാര്യേണാത്മനസുരാഃ ദേവരാജക്ഷേമാശിഷ്യാണാമക്ഷമംവാച ഇന്ദ്രസ്തുവനൈശ്വര്യം അതോല്ലംവസതി രുദ്രൈരാദിത്യേർഹുർനൃപാം വിശ്വേദേവേശസാധ്യൈശ്ച അപസ്യാഭ്യാം പരിശ്രുത സിദ്ധജാനഗന്ധർവേർമുനിഭിർബ്രഹ്മവാദിഭിः വിദ്യാധരാംസരോഭിശ്ച കിന്നരൈപദഗോരഗൈः നിഷേവ്യമാണോ മഖവാൻ സ്തൂയമാനശ്ച ഭാരതാം ോ ലളിതം ഇതിനെന്താ വില? പാണ്ഡിരേണാപത്രേണ ചന്ദ്രമണ്ഡലകാരുണാം വിരാജമാനം പൗരോമ്യാ സഹാഭാസനയാ ക്ഷേമപരമാചാര്യം ദേവാനാമാത്മനഃ അഭിനന്ദ സംപ്രാപ്തം പ്രത്യുത്ഥാനാസനാദിതി ബൃഹസ്പതി മുനിവരം വായിക്കണമെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിച്ചോണ്ട് പോകും. കുറെ നേരം ആയില്ല ഈ പരിപാടി. അതോ നൃത്യസ്യ സഹസാകവിരാംഗ്രസപ്രഭു അയൗഷദേഹം തൂഷ്ണം വിദ്വാൻ ശ്രീമദവിക്രിയാം ഏവ പ്രതിബുദ്ധേന്ദ്രോ വിരഹേരനമാത്മ വിരഹയാമാസ സദസി സ്വയമാത്മാനമാത്മനോ അഹോ ദീപാരാധനയ്ക്ക് ഇന്ന് അയ്യോ ഭയങ്കര തിരക്ക്. എന്നാലും ഞങ്ങള് നന്നായി തൊഴുതു. വീക്കിലി വായിച്ചു കഴിഞ്ഞോ? ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതില് കുട്ടിക്ക് വായിക്കാൻ പറ്റിയത്? ഞാൻ ഇടയ്ക്കൊക്കെ വായിക്കും. നീണ്ട കഥ നോക്കണോ? കണ്ടു. പക്ഷെ എന്തൊക്കെയാ വെട്ടിയതും തിരുത്തിയതെന്ന് അറിയാനാ. ബാലപംക്തിയിൽ വേണ്ടിയിരുന്നില്ല. കുഞ്ഞുണ്ണി മാഷ്ക്ക് ഞാനൊരു കവിത വെച്ചു കൊടുത്തു തിരുത്താൻ. ഇതാ ഇതിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട്. നവാതിഥി രാമചന്ദ്രൻ വെള്ളാനൂർ. നേരിച്ചപ്പാ എടുത്തോളൂ. ഏതാ കുട്ടി? പള്ളിപ്പുറത്തുനിന്നാ. രാമുന്നാ പേര്. ഇത്തിരിച്ച് കവിതയൊക്കെ ഉണ്ടാക്കാൻ അറിയത്രേ. അതെയോ? എന്നാ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് തൊഴണം. മേപ്പത്തൂർ പട്ടാരിക്കൊക്കെ കവിത ഉണ്ടായത് ഈ നടക്കുന്നല്ലേ. കുഞ്ഞിരാമൻ നായർ അധികവും ഇവിടെ ആയിരുന്നു ഭക്തകവി. അറിയാം, വായിച്ചിട്ടുണ്ട്. എവിടെ പോയി കോശവൻ? അമ്മാവൻ വിളിക്കണം. എടാ, എനിക്ക് വല്ല ഹൃദ്രോഗം വന്നിട്ടാ ഞാൻ വിളിച്ചെങ്കിലോ? വെള്ളം കുടിക്കാണ്ട് ചാവും. നിന്നെയൊക്കെ പോർട്ടനോട് കൂടെ അത്രയ്ക്കുണ്ട്. ഒരു തുള്ളി വെള്ളമില്ല കുടിക്കാൻ. പോയിക്കൊണ്ടാ. ലൈറ്റ് അണച്ച അപ്പ തുടങ്ങും മൂട്ടയുടെ കടി. വാടക ഓരോ കൊല്ലം കേട്ടണുണ്ട്. വയ്യാത്ത കാലത്ത് നിന്നെ കൊണ്ട് സഹായം ഉണ്ടാവുന്നുള്ള വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല. പകയിലൊരു ചെക്കനല്ലേ, ആരും ഇല്ലാത്തതല്ലേന്ന് ദയ വിചാരിച്ചാ ഞാൻ തരണത്. ആ വിചാരം നിനക്കൊണ്ടടാ. കോശാവാ, ഒരാൾക്ക് ചെലവിന് തന്നെ എത്രയാവും ഇക്കാലത്ത്? എന്താ സാധനങ്ങളുടെ ഒക്കെ വില? കൃഷ്ണ ഗുരുവായൂരപ്പ. ആ കിടന്നോ.
പ്രസാദവും മഞ്ഞൾ പ്രസാദവും മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി ഇന്നെന്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ നീ വന്നു ചെറിയതാകെ നിന്നു മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി ഇന്നെന്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ നീ വന്നു ചെറിയതാകെ. ഇന്ന് നല്ല ദിവസാണ്. ആദ്യമായിട്ട് ഞാൻ എഴുതിയതൊന്ന് അച്ചടിച്ചു വന്നല്ലോ. ത്രിമധുരം എഴുതിച്ച് ദിവസവും കഴിച്ചാ മതി. ബുദ്ധി നല്ലപോലെ തെളിയുമെന്ന് വല്യമ്മ പറഞ്ഞു. ഒന്ന് മുഴുവൻ പാടും. എനിക്കൊന്ന് കേൾക്കാനാ.